ഒന്നാമത്തത് അത്തഹ്സീൻ എന്നതാണ്. എന്താണ് അത്തഹ്സീൻ എന്ന് പറഞ്ഞാൽ? സംരക്ഷണമൊരുക്കുക, സംരക്ഷണ വലയമൊരുക്കുക, കോട്ട തീർക്കുക എന്നാണ് അത്തഹ്സീൻ എന്ന് പറഞ്ഞാൽ. അതായത് നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ വലിയ വൈറസുകൾ, വലിയ രോഗങ്ങളൊക്കെ പിടിപെടുമ്പോൾ ആ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് രോഗം ബാധിക്കുന്നതിന് മുമ്പ് തന്നെ വാക്സിനേഷൻ ചെയ്യാറുണ്ട് അല്ലേ? കൊറോണ വന്നപ്പോൾ കൊറോണ രോഗത്തിൽ നിന്ന് അതിൽ നിന്ന് സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് വാക്സിനേഷൻ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. 1-2 ഡോസൊക്കെ വാക്സിൻ കൊടുക്കും. ഇത്തരത്തിൽ വാക്സിനേഷൻ കൊടുക്കണം. നമ്മുടെ ശാരീരികമായ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ വാക്സിനേഷൻ വേണമെങ്കിൽ മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുവാൻ വാക്സിനേഷൻ അതിനേക്കാളും അത്യാവശ്യമാണ്. ഷെയ്ഖ് സാലിഹ് സിന്ദി ഹഫിദഹുല്ല തത്ഈം, അതായത് വാക്സിനേഷൻ എന്നാണ് ഇതിനെക്കുറിച്ച് പ്രയോഗിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് വാക്സിനേഷൻ നമ്മൾ കൊടുക്കേണ്ടത്? അത് സമൂഹത്തിൽ പ്രചാരത്തിലുള്ള ആളുകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാമിൻ്റെ ആശയ അടിത്തറകൾക്കെതിരെ, അതിനെതിരെ ആളുകൾ, ഇസ്ലാമിൻ്റെ ശത്രുക്കൾ സമൂഹത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയങ്ങൾ, വ്യതിയാനങ്ങൾ, അതിനെക്കുറിച്ച് നമ്മൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മളവർക്ക് പറഞ്ഞു കൊടുക്കണം, സമൂഹത്തിൽ ഇന്നിതാ ചില ആളുകൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള വാദഗതികൾ ഇന്ന് സമൂഹത്തിലുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ മോനെ നീ മനസ്സിലാക്കണം, അത് ഏറ്റവും വലിയ അബദ്ധമാണ്. അത് മതത്തിൻ്റെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ്. അത് മനുഷ്യരാശിയുടെ അവർക്ക് നാശത്തിന് മാത്രമേ അത് കാരണമായി തീരുകയുള്ളൂ. മനുഷ്യർക്ക് അതിലൂടെ നന്മ ഉണ്ടാവുകയില്ല. അത് ബുദ്ധിപരമായി ചിന്തിച്ചാലും അത് പ്രശ്നമാണ് എന്ന് തുടങ്ങി ആ ഒരു തെറ്റായ ആശയങ്ങളെക്കുറിച്ച് നമ്മുടെ മക്കൾക്ക് നമ്മൾ തന്നെ അവരെ ബോധവാന്മാരാക്കി തീർക്കുക എന്നുള്ളതാണ്. എന്നാൽ സഹോദരന്മാരെ, മറ്റുള്ള കക്ഷികളിൽ നിന്ന് വ്യതിചലിച്ച വ്യതിയാനത്തിൻ്റെ വക്താക്കളിൽ നിന്ന് അവർ അത്തരത്തിലുള്ള തെറ്റായ ആശയങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് ഒരു ആദ്യ പടി, അതിനെ പ്രതിരോധിക്കുവാനുള്ള ഒന്നാമത്തെ പടി അവരുടെ കയ്യിൽ അപ്പോൾ തന്നെ ഉണ്ടാകും. ഇതെനിക്ക് പറഞ്ഞു തന്നൊരു കാര്യമായിരുന്നല്ലോ, ഇതെനിക്ക് എൻ്റെ ഉപ്പ പറഞ്ഞു തന്നിരുന്നല്ലോ, ഇത് തെറ്റാണ് എന്നെനിക്ക് എൻ്റെ ഉമ്മ പറഞ്ഞു തന്നിരുന്നല്ലോ, ഇത് ശരിയല്ല, ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ മുമ്പേ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ എന്നൊരു ബോധം, എന്നൊരു ചിന്ത നമ്മുടെ മക്കൾക്ക്, നമ്മുടെ ചെറുപ്പക്കാർക്ക് അതിലൂടെ ലഭിക്കും എന്നുള്ളതാണ്.